അഡ്വക്കേറ്റ് ശങ്കുട്ടി ദാസ് ഒരുപാട് ആരോപണങ്ങളല്ല ഒരുപാട് സംശയങ്ങൾ അദ്ദേഹം ഉന്നയിച്ചു. അതിനൊക്കെ നമുക്ക് ചുരുക്കി ഒരു ഘടകത്തിലേക്ക് കൊണ്ടുവരാം. ശരിയാണ്, വിദേശ നാണ്യ വിനിമയത്തിൽ നമുക്ക് വലിയ നേട്ടമുണ്ടാകാൻ കഴിയും, നമുക്ക് സെൽഫ് റിലയൻ്റ് ആവാൻ പറ്റും. ഇപ്പോഴത്തെ ആഗോള സാഹചര്യത്തിലൊക്കെ അത് വളരെ പ്രധാനപ്പെട്ടതാണ്. കാർബൺ എമിഷൻ കുറയ്ക്കാൻ കഴിയും. ഇതൊക്കെ ശരി, സമ്മതിക്കുന്നു. പക്ഷേ ഇങ്ങനെ ഒരു വലിയ ട്രാൻസിഷൻ ഉണ്ടാകുമ്പോൾ 2023 മുൻപ് നിർമ്മിച്ച വാഹനങ്ങൾക്ക് മുഴുവൻ ഇത് പ്രായോഗികമായി ചേരുന്നതല്ല ഈ പെട്രോൾ എന്ന അറിയാവും എന്നിരിക്കെ ഒരു ട്രാൻസിഷൻ, ഇങ്ങനെ ഒരു മാറ്റം കൈകാര്യം ചെയ്യാൻ എന്ത് നടപടിയാണ് സർക്കാർ കൈക്കൊണ്ടത്? ഈ എല്ലാ സമയത്തും നമ്മൾ ഗോളുകൾ പെട്ടെന്ന് നേടുക എന്ന് പറയുന്നത്, നമ്മൾ മുന്നോട്ട് വെക്കുന്ന ലക്ഷ്യങ്ങൾ പെട്ടെന്ന് അച്ചീവ് ചെയ്യുന്നത് നല്ലതാണ്. പക്ഷേ ഇതിലൊരു അനാവശ്യ ധൃതി അല്ലെങ്കിൽ അസാധാരണമായ ധൃതി ഉണ്ടായതിനെ തുടർന്നാണല്ലോ ഈ സംശയങ്ങൾ ഉണ്ടാവുന്നത്. അതിനെന്താണ് മറുപടി? ആദ്യമേ തന്നെ പറയട്ടെ, കേവലം സംശയങ്ങളല്ല, 100% ദുരുദ്ദേശപരമായിട്ടുള്ള രാഷ്ട്രീയ ആരോപണങ്ങൾ തന്നെയാണ് ശ്രീ CR നീലകണ്ഠൻ ഈ ചർച്ചയിൽ ഉന്നയിച്ചിട്ടുള്ളത്. അദ്ദേഹം ഒരു പരിസ്ഥിതി സ്നേഹിയും പരിസ്ഥിതി പ്രവർത്തകനുമാണ് എന്നതാണ് അദ്ദേഹത്തിന്റെ മേൽവിലാസം. പക്ഷെ അദ്ദേഹത്തിന്റെ കേന്ദ്ര സർക്കാർ വിരുദ്ധത അദ്ദേഹത്തിന്റെ പരിസ്ഥിതി പ്രകൃതി സ്നേഹത്തെ പോലും ഓവർറൈഡ് ചെയ്യാണ്. പ്രകൃതിക്ക് ദോഷം ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്താലും വേണ്ടില്ല, പരിസ്ഥിതിക്ക് ഗുണം കിട്ടിയില്ലെങ്കിലും വേണ്ടില്ല, കേന്ദ്ര സർക്കാരിനെ അകാരണമായി വിമർശിച്ചാൽ മതി എന്ന മനോഭാവത്തിലേക്ക് ഇത്തരം ആളുകൾ വന്നു ചേരുന്നത് വളരെ ദൗർഭാഗ്യകരമാണെന്ന് എനിക്ക് ആദ്യമേ പറയാനുണ്ട്. അദ്ദേഹം നിതിൻ ഗഡ്കരിയുടെ മകന്റെ കാര്യമൊക്കെ ഈ ചർച്ചയിൽ അനാവശ്യമായിട്ട് ഉന്നയിക്കുന്നത് കേട്ടു. നോക്കൂ, നിതിൻ ഗഡ്കരിയുടെ മകനാണോ ഈ പറയുന്ന ഇന്ത്യയിൽ എത്തനോൾ നിർമ്മാണത്തിൽ മുന്നിൽ നിൽക്കുന്ന ഒരാള്? എത്തനോൾ മേഖലയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള എല്ലാ ആളുകൾക്കും ലാഭം ഉണ്ടായിട്ടുണ്ട്. ഈ ഇന്ത്യയിലുള്ള ഈ പറയുന്ന എത്തനോൾ കമ്പനികൾ എടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഷുഗർ മിൽസ് എടുത്തു കഴിഞ്ഞാൽ, മഹാരാഷ്ട്ര, കർണാടക, ഉത്തർപ്രദേശ് തുടങ്ങിയിട്ടുള്ള സ്ഥലങ്ങളിലെ ഈ പറയുന്ന ഷുഗർ മില്ലുകളുടെ 50% കൈയാളുന്നത് കോൺഗ്രസിന്റെ NCPD നേതാക്കന്മാരാണ്. ഇപ്പോ മഹാരാഷ്ട്രയിൽ ആകെ 202 മില്ലുള്ളതിലെ 190 എണ്ണവും പ്രൈവറ്റ് മില്ലുകളാണ്. അതിന്റെ പകുതിയോളം കൈകാര്യം ചെയ്യുന്നത് കോൺഗ്രസിന്റെ NCPD നേതാക്കളാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഷുഗർ ബാരൻ എന്ന് പറയുന്നത് ശരത് പവാർ ഫാമിലിയാണ്. ശരത് പവാർ ഫാമിലിക്ക് 458 TDP പ്രൊഡക്ഷൻ ആണ് ഒരു വർഷം ഉള്ളത്. ഏറ്റവും വലിയ ഷുഗർ ബാരനാണ്. അത് INDA മുന്നണിയുടെ ഭാഗമായി നിൽക്കുന്ന ആളല്ലേ. വിലാസ്റാവു ദേശ്മുഖാണ് രണ്ടാമത്തെ ഏറ്റവും വലിയ ഈ പറയുന്ന ഷുഗർ മില്ലിന്റെ ഉടമസ്ഥൻ. അതേപോലെ തന്നെ ജയന്ത് പാട്ടീൽ. ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ, കഴിഞ്ഞ ദിവസം ഒരു ലേഖനം വായിച്ചിരുന്നു, എന്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധി നിതിൻ ഗഡ്കരിയെ രാഷ്ട്രീയമായി വിമർശിക്കാത്തത്? കാരണം ഈ മഹാരാഷ്ട്രയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കൃഷികളിലൊന്നാണ് കരിമ്പ് കൃഷി എന്ന് പറയുന്നത്. ഷുഗർ ഇൻഡസ്ട്രി മഹാരാഷ്ട്രയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഇൻഡസ്ട്രിയാണ്. അതിൽ അവിടുത്തെ എല്ലാ രാഷ്ട്രീയക്കാർക്കും, അവിടെ നിക്ഷേപം നടത്തിയിട്ടുള്ള എല്ലാ ആളുകൾക്കും ഗുണമുണ്ടാവും. നിതിൻ ഗഡ്കരിയുടെ മകന്റെ ഇൻവെസ്റ്റ്മെന്റ് പറയുന്നത് 0.07% മാത്രമാണ്. അത് ഈ പറയുന്ന എത്തനോൾ പോളിസിക്ക് ശേഷം ആരംഭിച്ചിട്ടുള്ള കമ്പനിയല്ല, അതിനേക്കാൾ മുൻപേയുള്ള കമ്പനിയാണ്. ഇന്ത്യയിൽ ഈ പറയുന്ന എത്തനോൾ ബ്ലെൻഡിംഗ് പോളിസി ഇപ്പൊ നരേന്ദ്രമോദി സർക്കാർ വന്നതിന് ശേഷം ആരംഭിച്ചാണോ? അവിടെ തന്നെ ഈ ചർച്ച തെറ്റായിട്ടുള്ള ദിശയിലാണ് സഞ്ചരിക്കുന്നത്. കാരണം വളരെ പെട്ടെന്ന് തിരക്ക് കൂട്ടിയിട്ട് എന്തോ പുതിയ നയം നടപ്പാക്കിയെന്നാണ് പറയുന്നത്. ഇത് 20 വർഷത്തിലേറെ പഴക്കമുള്ള നയമല്ലേ? ഇന്ത്യയിൽ ഈ പറയുന്ന എത്തനോൾ ബ്ലെൻഡിംഗ് പോളിസി ആദ്യമായി പ്രഖ്യാപിക്കുന്നത് 2001-ലാണ്. അതിനുശേഷം 2004 പൈലറ്റ് പ്രോജക്ട് അനൗൺസ് ചെയ്തു. ഫോർമലി ആ പ്രോജക്ട് അനൗൺസ് ചെയ്തു. 5% എത്തനോൾ ബ്ലെൻഡിങ്ങിന്റെ പോളിസി 2004 ആരംഭിച്ചു. 2006 UPA സർക്കാരിന്റെ കാലഘട്ടത്തിലാണ് E5 പ്രോഗ്രാം റോൾ ഔട്ട് ചെയ്തത്. 10 സംസ്ഥാനങ്ങളിലും യൂണിയൻ ടെറിട്ടറികളിലും 5% ബ്ലെൻഡിംഗ് നടത്താൻ പറഞ്ഞ് ഗസറ്റിൽ നോട്ടിഫൈ ചെയ്തുകൊണ്ട് 2006 പ്രഖ്യാപിച്ചു. 2013 ജനുവരി മാസത്തിൽ, അപ്പോഴും UPA സർക്കാരാണ് ഭരണത്തിലിരിക്കുന്നത്, അപ്പോഴാണ് ഇത് ഗസറ്റിൽ വിജ്ഞാപനം ചെയ്തത് ഈ പോളിസി. പക്ഷെ ആ പോളിസി മുന്നോട്ട് പോയിട്ടില്ല. ഇത് ഒരേ സമയം രാജ്യത്തിന്റെ എന്താ പറയുക, ഈ ഫോറിൻ റെമിറ്റൻസ് കുറയ്ക്കുന്നത് മാത്രമല്ല, ഇത് ഒരേ സമയത്ത് രാജ്യത്തിന്റെ എനർജി സെക്യൂരിറ്റിയെ വർദ്ധിപ്പിക്കുന്നതും അതേപോലെ തന്നെ ഫോറിൻ എക്സ്ചേഞ്ചിനെ സംരക്ഷിക്കുന്നതും അതേ സമയത്ത് കർഷകരുടെ വരുമാനത്തെ വർദ്ധിപ്പിക്കുന്നതുമായിട്ടുള്ള പദ്ധതിയാണ്. ഇതിന്റെ അന്തിമ ഗുണഭോക്താവ് ആരാണ്? 20% നമ്മൾ ഇന്ത്യയിൽ തന്നെ ഉത്പാദിപ്പിക്കുന്ന എത്തനോള് ഈ പറയുന്ന പെട്രോളിൽ ബ്ലെൻഡ് ചെയ്യാമെന്ന് പറയുമ്പോൾ പുറമേ നിന്നുള്ള ഇറക്കുമതിയുടെ ആശ്രയം കുറയുകയും ഇന്ത്യയിൽ തന്നെ തദ്ദേശീയമായി വികസിപ്പിക്കുന്ന കാർഷിക ഉൽപ്പന്നത്തിന് കൂടുതൽ മാർക്കറ്റ് ഉണ്ടാവുകയാണ് ചെയ്യുക. അതിന്റെ ഒറ്റ കണക്കിന് മാത്രം ഞാൻ പറയാം. നോക്കൂ, 1.66 ലക്ഷം കോടി രൂപയുടെ അധിക വരുമാനമാണ് ഈ എത്തനോൾ ബ്ലെൻഡിംഗ് പോളിസി കൊണ്ട് ഇന്ത്യയിലെ കർഷകർക്ക് ഉണ്ടായിട്ടുള്ളത്. സാധാരണക്കാരായിട്ടുള്ള ഈ പറയുന്ന കരിമ്പ് കർഷകർക്ക്, നെയ്സ് കൃഷി ചെയ്യുന്നവർക്ക്, സർപ്ലസ് ഗ്രെയിൻസിന്റെ കൃഷി നടത്തുന്ന ആളുകൾക്ക്, അവർക്ക് കൃഷിയിൽ നിന്ന് വരുമാനം ഇല്ലാണ്ട് കൊലക്കയറിൽ തൂങ്ങേണ്ട അവസ്ഥയിൽ നിന്ന് അവർ രക്ഷിച്ച് 1.66 ലക്ഷം കോടി രൂപയുടെ അധിക വരുമാനം ഉണ്ടായി. ഇന്ത്യയുടെ ഫോറിൻ എക്സ്ചേഞ്ച് റെമിറ്റൻസിൽ 1.97 ലക്ഷം കോടി രൂപയുടെ കുറവുണ്ടായി. അതായത് നമുക്ക് അത്രയും പണം ലാഭിക്കാൻ സാധിച്ചു. ഇത് ഇന്ത്യയുടെ എന്താ പറയാ കരുതൽ ധനത്തിനെ അല്ലേ വർദ്ധിപ്പിക്കുന്നത്? അതുകൊണ്ട് നാട്ടുകാർക്കൊന്നും ഒരു ഗുണമില്ല എന്നൊക്കെ എത്ര നിരുത്തരവാദിത്തപരമായിട്ടാണ് പറയുന്നത്. അദ്ദേഹം പരിസ്ഥിതി പ്രവർത്തകനാണല്ലോ. നോക്കൂ,
952 ലക്ഷം മെട്രിക് ടണ്ണിന്റെ കാർബൺ എമിഷനാണ് നമ്മൾ കുറച്ചത്. അതായത് 1000 ലക്ഷം മെട്രിക് ടൺ കാർബൺ എമിഷൻ കുറയ്ക്കാൻ ഈ എത്തനോൾ ബ്ലെൻഡിംഗ് കൊണ്ട് സാധിച്ചു. ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊല്യൂഷന്റെ ഏറ്റവും വലിയ സ്രോതസ്സാണ് ഈ പറയുന്ന വാഹനങ്ങളിൽ നിന്ന് പുറത്തു വരുന്ന കാർബൺ എമിഷൻ എന്ന് പറയുന്നത്. അതിൽ ഇത്രയും വലിയ കുറവ് ഉണ്ടാക്കാൻ നമുക്ക് സാധിച്ചു. അതേപോലെ തന്നെ 316 ലക്ഷം മെട്രിക് ടൺ ക്രൂഡ് ഓയിലിന്റെ ഇറക്കുമതി നമുക്ക് വേണ്ടെന്ന് വെക്കാൻ സാധിച്ചു. നമുക്കറിയാം ഈ പറയുന്ന ഈ ഇറാൻ യുദ്ധമൊക്കെ ഉണ്ടായ സമയത്ത് 90% പുറത്തു നിന്നുള്ള പെട്രോളിയം ഗ്യാസോലിൻ ഉൽപ്പന്നങ്ങളെ ആശ്രയിച്ച് നിൽക്കുന്ന ഒരു രാജ്യത്ത് എത്ര വലിയ ഊർജ്ജ പ്രതിസന്ധിയാണ് അത് സൃഷ്ടിച്ചത്. പെട്രോളിന്റെ വിലവർദ്ധന പോലുള്ള കാര്യങ്ങൾ ഉണ്ടായപ്പോൾ ഇതേ ആളുകൾ വിമർശിച്ചിരുന്നല്ലോ. ഈ എത്തനോൾ ബ്ലെൻഡിംഗ് കൊണ്ട് നമുക്ക് ഏതാണ്ട് 316 ലക്ഷം മെട്രിക് ടൺ ഈ ക്രൂഡ് ഓയിലിന്റെ ഇറക്കുമതി ഇല്ലാണ്ടാക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. ഈ പദ്ധതി 2001 മുതൽ ആരംഭിച്ചത്. 2013 ജനുവരിയിൽ UPA സർക്കാരിന്റെ കാലത്ത് നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിച്ചിട്ടുള്ളതാണ്. പക്ഷെ ആ പ്രോജക്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ അവർക്ക് സാധിച്ചില്ല. 2014 ആയപ്പോഴേക്കും കേവലം 1.5% മാത്രമേ ഈ പറയുന്ന എത്തനോൾ ബ്ലെൻഡിംഗ് പൂർത്തീകരിക്കാൻ സാധിച്ചിരുന്നുള്ളൂ. പിന്നീട് വന്നിട്ടുള്ള നരേന്ദ്രമോദി സർക്കാർ ഇത് നടപ്പാക്കുക എന്നുള്ളത് ഒരു പദ്ധതിയായിട്ട് എടുത്തു. അതിന്റെ അടിസ്ഥാനത്തിൽ 2018 പുതിയ നാഷണൽ ബയോഫ്യൂൽ പോളിസി നമ്മൾ പ്രഖ്യാപിച്ചു. ആ ബയോഫ്യൂൽ പോളിസിയുടെ ഭാഗമായിട്ട് ഈ പറയുന്ന എത്തനോൾ ബ്ലെൻഡിങ്ങിന് വേണ്ടിയിട്ട് ഷുഗർ കെയിനെ മാത്രം ആശ്രയിച്ചാൽ പോരാ, കരിമ്പിനെ മാത്രം ആശ്രയിച്ചാൽ പോരാ, മറ്റുള്ള കാർഷിക ഉൽപ്പന്നങ്ങൾ മെയ്സ് പോലെ ഗ്രെയിൻ പോലെയുള്ള സംഗതികളെ കൂടി ആശ്രയിക്കാമെന്ന് പറഞ്ഞു. അതോടുകൂടി എന്താണ്, നമ്മുടെ പൂള് വളരെ വികസിപ്പിക്കപ്പെട്ടു. 2021 വരെ വർഷം 600 ലക്ഷം ലിറ്റർ ആണ് നമുക്ക് ആവശ്യം ഉണ്ടായിരുന്നെങ്കിൽ ഈ പറയുന്ന മെയ്സിന്റെയും ഗ്രെയിന്റെയും കൂടി ഇതിൽ ഉൾപ്പെടുത്തിയത് കൊണ്ട് നമ്മുടെ പ്രൊഡക്ഷൻ കപ്പാസിറ്റി വർദ്ധിപ്പിച്ചപ്പോൾ നമുക്ക് 1200 ലക്ഷം കോടി ലിറ്റർ ഉൽപ്പാദിപ്പിക്കാൻ സാധിച്ചു. അങ്ങനെയാണ് ഈ പ്രോജക്ട് മുന്നോട്ട് വന്നത്. 2021 ഇത് നീതി ആയോഗ് ഇതിന്റെ റോഡ് മാപ്പ് പുറപ്പെടുവിച്ചത്. അതിനുശേഷം ഇപ്പൊ 5 കൊല്ലം കഴിഞ്ഞിട്ടാണ് നമ്മൾ ആ ലക്ഷ്യം പൂർത്തീകരിക്കുന്നത്. ഇന്ത്യയിൽ ഓട്ടോമൊബൈൽ കമ്പനികൾക്കാവട്ടെ ഈ മേഖലയിൽ നിൽക്കുന്ന ആളുകൾക്കാവട്ടെ മതിയായിട്ടുള്ള സമയം ഈ പറയുന്ന ഒരു ട്രാൻസിഷന് വേണ്ടിയിട്ട് കിട്ടിയിട്ടുണ്ട്. 2021 ശംഖു, അവിടെ ഇടപെടേണ്ടി വരുന്നുണ്ട്. ഈ നീതി ആയോഗ് തന്നെ പറയുന്നുണ്ടായിരുന്നു ഇന്ധനക്ഷമതയിൽ 6% വരെ കുറവുണ്ടാകുമെന്ന്. ARFIയുടെ 2021 റിപ്പോർട്ടിൽ അവരും ഈ ഇന്ധനക്ഷമതയിൽ ഉണ്ടാവുന്ന കുറവ് മുന്നറിയിപ്പ് നൽകിയിരുന്നു. അങ്ങനെ ഒരു പഠനങ്ങൾ അവിടെ നിലനിൽക്കെ ആ പഠനങ്ങളെ ഒന്നും കാര്യമായി പരിഗണിച്ചിട്ടില്ല. ഇപ്പോൾ ട്രാൻസിഷന് സമയമുണ്ടായിരുന്നു എന്ന് നമ്മൾ പറയുമ്പോഴും സർക്കാർ എന്ത് ചെയ്തു? ഇപ്പം ശംഖു പറഞ്ഞു കർഷകർക്ക് നേട്ടമുണ്ടാവുന്നുണ്ട്, ബാക്കി സമൂഹത്തിനാകെ നേട്ടമുണ്ടാവുന്നുണ്ട്, പരിസ്ഥിതിക്ക് നേട്ടമുണ്ടാവുന്നുണ്ട്. നോക്കൂ, താഴെത്തട്ടിലുള്ള ഒരു സാധാരണ ഇപ്പോൾ ഇതിൽ അഫക്റ്റഡ് ആവുന്നത് ആരാണ്? ഏറ്റവും താഴെത്തട്ടിലുള്ള 10 കൊല്ലം മുൻപ് വാങ്ങിയ സ്കൂട്ടറുമായി പോകുന്ന ഒരാൾ, 10 കൊല്ലം മുൻപ് വാങ്ങിയ ഒരു സാധാരണ ഒരു മാരുതി ഓൾട്ടോ കാറുമായി പോകുന്ന ഒരാൾ, ഇയാളെ സംബന്ധിച്ച് ഈ നിരന്തരം വരുന്ന പ്രശ്നങ്ങൾ ഇത് അയാൾക്ക് അറിവുള്ളതാണോ? അയാൾ അറിഞ്ഞിട്ടില്ല. E20 മാറിയത് അയാൾ അറിഞ്ഞിട്ടില്ല. ഞാനും ശംഖും ഒരുപക്ഷെ അറിഞ്ഞിട്ടുണ്ടാവും. അറിഞ്ഞിട്ടില്ല. അയാൾക്കൊരു ഓപ്ഷൻ ഇല്ല. നോക്കൂ, ഞാൻ ആ വിഷയം പറയാം. നോക്കൂ, ഇത് ബോധപൂർവം സമൂഹത്തിൽ ഈ പറയുന്ന പോലെ സംശയം ജനിപ്പിക്കാനും ആളുകൾക്കിടയിൽ പരിഭ്രാന്തി ജനിപ്പിക്കാനും വേണ്ടിയിട്ടുള്ള ഒരു നരേറ്റീവിന്റെ ഭാഗമാണ് ഈ പറയുന്ന പ്രചരണമൊക്കെ. ഒന്നാമത്തെ കാര്യം, നീതി ആയോഗിന്റെ റിപ്പോർട്ടിൽ പറയുന്ന 6% കുറവ് ഉണ്ടാവുമെന്നല്ല. നീതി ആയോഗിന്റെ റിപ്പോർട്ട് വളരെ കൃത്യമായി പറയുന്നത് ഈ പറയുന്ന E0 വെഹിക്കിളുകളിൽ, അതായത് എത്തനോൾ ബ്ലെൻഡിങ്ങിന് കമ്പാറ്റബിൾ അല്ലാത്ത E0 വാഹനങ്ങളിൽ 6% ഫ്യൂവൽ എഫിഷ്യൻസിയിൽ കുറവുണ്ടാവും. അതേ സമയത്ത് E10 കമ്പാറ്റബിൾ ആയിട്ടുള്ള വാഹനങ്ങളാവുമ്പോൾ അത് 1 to 2% ഫ്യൂവൽ എഫിഷ്യൻസിയുടെ കുറവേ ഉള്ളൂ. അതേസമയത്ത് E20 വാഹനങ്ങളിൽ ഉപയോഗിക്കുമ്പോൾ 0% ഫ്യൂവൽ എഫിഷ്യൻസി ലോസ് ആണ് ഉണ്ടാവുന്നത്. അതായത് പുതിയ വാഹനങ്ങൾ, ഇതിന് കമ്പാറ്റബിൾ ആയിട്ടുള്ള വാഹനങ്ങൾ വന്നു കഴിഞ്ഞാൽ അവിടെ ഈ പറയുന്ന മൈലേജ് നഷ്ടം ഉണ്ടാവുന്നേ ഇല്ല, ഫ്യൂവൽ നഷ്ടം ഉണ്ടാവുന്നില്ല. ഏതിലാണ് ഈ 6% വ്യത്യാസം പറയുന്നത്? E0 വാഹനങ്ങളുടെ കാര്യത്തിലാണ്. ഇനി എഞ്ചിനുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പറയുന്നു. E0 വാഹനങ്ങളിൽ പോലും E20 കമ്പാറ്റബിൾ അല്ല എന്ന് ഒരു സ്റ്റഡിയും പറയുന്നില്ല. മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട് ഗവൺമെന്റ് തന്നെ അപ്പോയിന്റ് ചെയ്തിട്ടുള്ള നിരവധിയായിട്ടുള്ള പഠനങ്ങളുണ്ട്. ARAയുടെ പഠനത്തെ പറ്റി അങ്ങ് സൂചിപ്പിച്ചു. ARAയുടെ പഠനത്തിൽ എന്താ പറയുന്നത്? മെറ്റലുകളിലും നോൺ മെറ്റലുകളിലുമുള്ള ഈ പറയുന്ന E20യുടെ പ്രവർത്തനം എങ്ങനെയാണ് ഇതിന്റെ പ്രവർത്തനത്തെ കുറയ്ക്കുക, ബാധിക്കുക എന്നുള്ളതാണ് പഠിച്ചത്. ആ പഠനത്തിൽ പറയുന്നത് മെറ്റൽസിന്റെ കാര്യത്തിൽ അത്തരത്തിലുള്ള യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടായതായിട്ട് കണ്ടെത്തിയിട്ടില്ല. അതേസമയത്ത് റബ്ബർ ആൻഡ് പ്ലാസ്റ്റിക് കമ്പോണൻസിന്റെ കാര്യത്തിൽ അവരുടെ പെർഫോമൻസ് കൂടുതൽ മെച്ചപ്പെട്ടതായിട്ട് കാണാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് ഒന്നാമത്തെ കാര്യം, ഈ എത്തനോളിന്റെ കാര്യത്തിൽ ഹൈ ഒക്ടേൻ റേറ്റിംഗ് ആണ്. സാധാരണ പെട്രോളിന്റെ ഒക്ടേൻ റേറ്റിംഗ് എന്ന് പറയുന്നത് 84.4 ആണെങ്കിൽ ഈ എത്തനോൾ ബ്ലെൻഡഡ് പെട്രോളിന്റെ ഈ പറയുന്ന ഒക്ടേൻ റേറ്റിംഗ് എന്ന് പറയുന്നത് ഏതാണ്ട് 104 ആണ്. അതായത് ഹയർ ഒക്ടേൻ റേറ്റ് എന്ന് പറഞ്ഞെങ്കിൽ ബെറ്റർ കമ്പഷൻ ആണ്, കൂടുതൽ കത്താനുള്ള ക്ഷമതയാണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ എഞ്ചിന്റെ കപ്പാസിറ്റി വർദ്ധിക്കും, അതുകൊണ്ട് കാർബൺ എമിഷൻ കുറയും. അതേപോലെ തന്നെ എത്തനോളിന് ഈ പറയുന്ന ക്ലീനിങ് എഫക്ട് ഉള്ളതുകൊണ്ട് ഈ വാഹനങ്ങളുടെ ഇഞ്ചക്ടർ
ഫിൽറ്റേഴ്സ് ആവട്ടെ, അതേപോലെ തന്നെ വാർണിഷ് ബിൽഡപ്പ് ആവട്ടെ, അതേപോലെ തന്നെ കാർബൺ ഡെപ്പോസിറ്റ് ആവട്ടെ, ഇതിൽ കുറവുണ്ടാവും. അതുകൊണ്ട് തന്നെ പൊല്യൂഷനിൽ എമിഷന്റെ കാര്യത്തിൽ വളരെയേറെ കുറവുകൾ ഉണ്ടാവും. ഒന്നുകൂടി ഞാൻ അതൊന്ന് പറഞ്ഞു നിർത്തിയാൽ നമുക്ക് ഈ സാങ്കേതികമായ കാര്യങ്ങൾ പറയാൻ അറിവുള്ള ആളുകളാണ് നമ്മളോടൊപ്പം ഉള്ളത്. അവർക്ക് തന്നെ ആ അനുഭവത്തിൽ പറയാൻ പറ്റുമല്ലോ. അല്ല നോക്കൂ, അങ്ങനെ സാങ്കേതിക കാര്യം പറയാൻ നിങ്ങൾ വേറെ അറിവുള്ളവർ കൊണ്ടുവരേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന എല്ലാവരും ഈ വിഷയവുമായി ബന്ധപ്പെട്ട അത്യാവശ്യം കാര്യങ്ങൾ പഠിച്ചിട്ട് തന്നെയായിരിക്കും പങ്കെടുക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതല്ലാണ്ട് രാഷ്ട്രീയം പറയുന്ന ഒരാളും അല്ല, അങ്ങനെയില്ല. ഇതേക്കുറിച്ച് കൂടുതൽ അറിയാവുന്ന ഇപ്പം ശംഖുവും ഞാനും ഒരു വിഷയത്തെ പറ്റി പഠിക്കുമെങ്കിലും അത് തന്നെ അറിയുന്ന ഒരാൾക്ക് കുറച്ചുകൂടി വ്യത്യാസം ഉണ്ടാവില്ല അറിവില്ല. അത്രേ ഉള്ളൂ. ഒരു കാര്യം കൂടി ചോദിച്ചോളൂ, അവരോട് ചോദിച്ചോളൂ, ഞാൻ പറയുന്ന കാര്യത്തിൽ എന്തെങ്കിലും തെറ്റുണ്ടോ അവരോട് ചോദിച്ചോളൂ. അതേപോലെ തന്നെ ഈ പറയുന്ന എഞ്ചിന്റെ ഹീറ്റിംഗ് കുറയ്ക്കാൻ ഈ പറയുന്ന എത്രയോളം കൊണ്ട് സാധിക്കും? കൂടുതൽ കൂളറായിട്ടുള്ള ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ, എഞ്ചിൻ ചൂടാവുന്നത് കുറയ്ക്കാനും അതുവഴി എഞ്ചിന്റെ പെർഫോമൻസ് മെച്ചപ്പെടുത്താനും എത്രയോളം കൊണ്ട് സാധിക്കും. ഇങ്ങനെ എഞ്ചിന്റെ കാര്യത്തിൽ നിരവധിയായിട്ടുള്ള പഠനങ്ങളുണ്ട്. ഒരു വാഹനത്തിന്റെ എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ മൈലേജ് മാത്രമല്ല. മൈലേജ് എന്ന് പറയുന്ന ഒരുപാട് ഘടകങ്ങളിൽ ഒന്ന് മാത്രമാണ്. റോഡിന്റെ അവസ്ഥ മോശമാണെങ്കിൽ മൈലേജ് കുറയും, ആളുടെ ഓടിക്കുന്ന രീതിക്ക് അനുസരിച്ച് മൈലേജ് കുറയും, അതേപോലെ തന്നെ ടയറിന്റെ പ്രഷർ അനുസരിച്ച് മൈലേജ് കുറയും. ഒരുപാട് ഘടകങ്ങൾ, സർവീസിങ് നടത്തുന്നത് ഈ പറയുന്ന മൈലേജിനെ ബാധിക്കും. ഒരുപാട് ഘടകങ്ങളിൽ ഒരു ഘടകം മാത്രമാണ് മൈലേജ് എന്ന് പറയുന്നത്. അതേ സമയത്ത് പരിഗണിക്കേണ്ട നിരവധിയായിട്ടുള്ള എഞ്ചിനുമായി ബന്ധപ്പെട്ട ഘടകങ്ങളുണ്ട്. ഒരൊറ്റ പഠനം മാത്രം ഞാൻ പറയാം. അപ്പൊ മാരുതി സുസുക്കി കഴിഞ്ഞ വർഷം 2.84 കോടി വാഹനങ്ങളാണ് സർവീസ് ചെയ്തത്. അതിൽ 1.5 കോടി വാഹനങ്ങൾ എന്ന് പറയുന്നത് E20 കമ്പാറ്റബിൾ അല്ലാത്ത വാഹനങ്ങളാണ്. മാരുതി സുസുക്കി പറയുന്നു 1.5 കോടി വാഹനങ്ങൾ പരിശോധിച്ചതിൽ E20 ഉപയോഗിച്ചത് കൊണ്ട് E10, E5, E0 എഞ്ചിനുകളിൽ ഒരെണ്ണത്തിൽ പോലും എഞ്ചിൻ കൊറോഷനോ എഞ്ചിനുമായി ബന്ധപ്പെട്ട കേടുപാടുകളോ സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ്. അപ്പൊ ഇതാണ് നമ്മുടെ മുമ്പിലുള്ള അനക്ഡോട്ടൽ ഡാറ്റ എന്നിരിക്കെ എന്തടിസ്ഥാനത്തിലാണ് E20 ഉപയോഗിച്ച് കഴിഞ്ഞാൽ വാഹനങ്ങളുടെ എഞ്ചിന് തകരാറുണ്ടാവും, ഈ പറയുന്ന വാഹനങ്ങൾക്ക് ഇത് ഉപയോഗിക്കാനേ സാധിക്കില്ലെന്ന് പറയുന്നത് വളരെ ബോധപൂർവമായിട്ടുള്ള തെറ്റായിട്ടുള്ള പ്രചരണമാണ്. ഇത് എല്ലാ നിലയിലും നാടിന് ഗുണം ഉണ്ടാവുന്ന ഒരു പദ്ധതിയാണ്. നാളെ ഇപ്പൊ പെട്രോളിന് പകരം പച്ചവെള്ളം ഉപയോഗിക്കുന്ന ഒരു പദ്ധതി കൊടുത്താൽ ഇവർ പറയും ഈ പച്ചവെള്ളം ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നാട്ടിലെ ജലലഭ്യത വല്ലാണ്ട് കുറയും, പറയുന്ന ഭൂഗർഭ ജലത്തിന്റെ തോത് കുറയും, അതുകൊണ്ട് ഈ പരിപാടി നടത്താൻ പാടില്ല, എന്തിനും വിമർശിക്കുക എന്ന നിലയിലേക്ക് ചില ആളുകളുടെ മനോഭാവം മാറിയത് മാത്രമാണ് ഇതുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ കാണിക്കുന്നത്. അതല്ലാതൊന്നുമല്ല. ശരി.